വെൽക്കം ടു സിൻ്റെ പൊടി. ഇതേ കണ്ട, അടുത്തത് ചുരിദാറിൻ്റെ സെറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു ചന്തേരി സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. ഇടയ്ക്കൊരു ടിഷ്യൂ ഒരു ഗോൾഡൻ ത്രെഡ് പാസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ. ഇതിൻ്റെ നെക്ക് ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഫുൾ ഗോൾഡൻ സെറിയിൽ ഈ ഫുൾ ഫ്ലവർ ഇത് ചെയ്തിരിക്കുന്ന ഈ വർക്ക് ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സീക്വൻസ് ഗോൾഡൻ സീക്വൻസ് നടുവിലൊരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നെക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞത് വെറുതെ പ്ലെയിൻ അല്ല, ഒരു സ്ട്രൈപ്സ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് അങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ സെറി മിക്സിങ് വരുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ അതെ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ, ഇത് ഫുള്ള് പ്രിൻ്റാണ് കേട്ടോ. ഇതൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, ഇത് പ്രിൻ്റാണ്. ഇങ്ങനത്തെ പ്രിൻ്റാണ് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ നെക്ക് പോർഷനിൽ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ സെറി ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ സാൻഡൂൺ ബോട്ടാണ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. നമുക്കത് എന്താണ് ഷെയ്ഡ് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടാ, കാരണം ഒരു റയർ ഷെയ്ഡാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാവരുടെ മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ് കൊടുക്കുന്ന നല്ലൊരു ഷെയ്ഡാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഷെയ്ഡ്. എന്താ ഷെയ്ഡ് എന്നുള്ളത് എനിക്ക് അതിൻ്റെ കറക്റ്റ് പറയാൻ അറിയാണ്ടാണ് കേട്ടോ കളർ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2200 കേട്ടോ വരുന്നത്. കാരണം ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ചന്തേരി സിൽക്കൊക്കെ നല്ല വിലയുള്ള പ്യുവർ ചന്തേരി സിൽക്ക് ഇതൊന്നല്ല റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ റേറ്റിൽ വരുന്ന ഒരു സാരിയും ചുരിദാറാകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വ്യത്യാസം. സാരി നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടും. പക്ഷേ ചുരിദാർ അങ്ങനെ കുറയും തോറും അതിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ദുപ്പട്ട ലെങ്ത് കുറയും, എല്ലാത്തിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടിയതും ആയ ചുരിദാറിൻ്റെ സെറ്റുകൾ എടുക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ആ റേറ്റ് വരുന്നത്. സാരി വരുമ്പോൾ നമുക്ക് കുറഞ്ഞൊരു ക്വാളിറ്റിയിൽ അധികം കളക്ഷൻ നമുക്ക് കിട്ടുന്നത് സാരിയിലാണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയലിനൊക്കെ അധികം നല്ല കളക്ഷൻസ് കിട്ടുന്നത്. മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നല്ല, പക്ഷെ നല്ല കളക്ഷൻ കിട്ടുന്നത് സാരിയിലാണ്. ചുരിദാറൊക്കെ ഒത്തിരി സമയം എടുത്ത് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സമയം എടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓരോ ചുരിദാറിൻ്റെ പാറ്റേണും കാര്യങ്ങൾക്കൊക്കെ വെറൈറ്റി വേണമല്ലോ. അപ്പോൾ അതിൻ്റെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുത്താണ് ഇതിൻ്റെ ഓരോ പാറ്റേൺ ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇതേ കണ്ട, ഇപ്പം റേറ്റ് ഞാൻ പറഞ്ഞത് 2200 കേട്ടോ. അപ്പോൾ സിൻ്റെ വീട്ടിലേക്ക് പോരുക, എല്ലാവരും പോകുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ കളക്ഷൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വരുന്നതൊക്കെ പുതിയതൊക്കെ പോവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പോരെ, എടുത്തോ. ചുരിദാറാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം, സാരി എടുക്കുകയാണെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ വന്ന് വാങ്ങിച്ചു കൊടുത്താലേ ആവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നു. നല്ല നല്ല കളക്ഷൻസൊക്കെ സാരിയുടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കളക്ഷൻ സാരിയുടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സാരിയുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പിലുള്ള കളക്ഷൻസും വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ബോറിംഗ് ആവുന്നതുകൊണ്ട് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ വന്ന് നോക്കുക ഇനി കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നില്ല ഇനി. വന്ന് കാണുക കേട്ടോ സാരിയുടെ കളക്ഷനൊക്കെ. അപ്പം ക്രിസ്മസിനുള്ള പർച്ചേസിങ് ഉണ്ടെങ്കിൽ പോരെ കേട്ടോ. നമുക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇവിടെ. വന്ന് നിങ്ങൾ നോക്കുമെന്ന് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ വെച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫേസിന് ചേരുമോ, ഈ വർക്ക് ചേരുമോ, ഈ കളർ ചേരുമോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുന്നു കേട്ടോ. സിൻ്റെ വീട്ടിൽ നിൽക്കുന്ന അറിയില്ലേ സ്ഥലം എവിടെയാണെന്നുള്ളത്? വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാപ്പുഴ മെയിൻ റോഡുണ്ട്, ഒരു മാർക്കറ്റ് റോഡുണ്ട്. കുറച്ച് ഒരു ശരിക്കൊരു മെയിൻ ജംഗ്ഷനിൽ തന്നെയായിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിനായിട്ട് തൊട്ട് സൈഡിൽ അപ്സ്റ്റെയറിൽ ഞങ്ങളുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ എല്ലാത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി, വാട്സപ്പിൽ കൂടെ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിന് കറക്റ്റ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം. വാട്സപ്പിൽ കൂടെ നിങ്ങൾ എന്നെ ചാറ്റ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റ് റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും പോകാം കേട്ടോ. താങ്ക് യു.